നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നടി മീനാക്ഷി നിറച്ച ഗ്യാസ് ഊറ്റിയായിട്ട് നിന്നിട്ട് ഇന്ധനക്ഷാമത്തെക്കുറിച്ചൊരു സംഭവമൊക്കെ ഉം. കണ്ടില്ലായിരുന്നോ? കണ്ടു. അപ്പൊ അതില് മീനാക്ഷി തന്നെ പിന്നെ അതൊരു കുറച്ച് ചർച്ചയായ സമയത്ത് മീനാക്ഷി വന്നിട്ട് പറഞ്ഞു ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, ഞാൻ ജസ്റ്റ് അല്ലാതെ പറഞ്ഞു ആ രീതിയിലൊക്കെ വന്ന് സംസാരിച്ചല്ലോ. ഉം. പക്ഷെ എനിക്ക് ഇത് രാഷ്ട്രീയത്തിനല്ല എന്ന് പറയുന്നതില് പ്രത്യേകിച്ച് അത് ഈ ഒരു ടൈമിൽ ചെയ്യുന്നതിന് എനിക്ക് അങ്ങോട്ട് ന്യായീകരിക്കാൻ തോന്നുന്നില്ല. അത് ഒന്നി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യമാകാം, അല്ലെങ്കിൽ അതൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ആ രണ്ടാമത് പറഞ്ഞ കാര്യം വളരെ കൃത്യമായൊരു നിരീക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത് പറഞ്ഞ കാര്യമെന്ന് ഞാൻ എടുത്തു പറഞ്ഞത് പെയ്ഡ് പ്രൊമോഷൻ എന്നൊരു വാക്ക് അതിൽ ഉപയോഗിച്ചില്ലേ, അത് പെയ്ഡ് പ്രൊമോഷൻ തന്നെ ആവാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിൻ്റെ കാരണമുണ്ട്. കാരണം മീനാക്ഷിക്ക് ഇപ്പോൾ എത്ര 18 19 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ പോട്ടെ ഏറിയാൽ 20 21 വയസ്സുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഗഹനമായൊരു രാഷ്ട്രീയ പഠനം നടത്തുവാനുള്ള ഒരു ലോകപരിചയം ആ കുട്ടിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പൊതുമണ്ഡലത്തിൽ കണ്ടത് വെച്ചിട്ടുള്ള അറിവുകൾ വെച്ച് ഒരു സിനിമ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാമിലുള്ള പരസ്യങ്ങൾ, പൊതുപരിപാടികളിൽ പങ്കെടുക്കുക, ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുക, പലപ്പോഴും അഭിപ്രായങ്ങൾ ആ കുട്ടി പല കാര്യങ്ങളെക്കുറിച്ചും പറയാറുണ്ട്. ആ അഭിപ്രായങ്ങൾ പരിശോധിച്ചാൽ തന്നെ അറിയാം ആ കുട്ടിയുടെ ലോകപരിചയത്തിലുള്ള കുറവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞ അല്ലെങ്കിൽ ആരിലെങ്കിലും നിന്ന് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ലഭിച്ചൊരു ചിന്ത എന്ന് പറയും, അല്ലെങ്കിൽ അവരിൽ നിന്ന് പകർന്നു കിട്ടിയ ചിന്ത പോലുമല്ല, അവരിൽ നിന്ന് കടമെടുത്ത ചിന്ത എന്നുള്ള രീതിയിലാണ് ആ കുട്ടിയുടെ പല പോസ്റ്റുകളും അഭിപ്രായങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും ആ കുട്ടിയെ സ്വാധീനിച്ച ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഗഹനമായ രാഷ്ട്രീയ വീക്ഷണമുള്ള ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 21 22 വയസ്സുള്ള ആളുകൾക്ക് ഗഹനമായൊരു രാഷ്ട്രീയ വീക്ഷണം ഉണ്ടാകാം. അത്യധികം തീക്ഷ്ണശാലികളായിട്ടുള്ള വ്യക്തികളുണ്ട്. പക്ഷേ ആ ഒരു അത്രയ്ക്ക് ആഴത്തിലും പരപ്പിലും ചിന്തിക്കുവാൻ ശേഷിയുള്ള ഒരു തീക്ഷ്ണശാലിയോ അല്ലെങ്കിൽ ശാലിനിയോ ആണ് മീനാക്ഷി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അവരുടെ ഈ പൊതുമണ്ഡലങ്ങളിലുള്ള ഇടപെടലുകൾ ശ്രദ്ധിച്ചതിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആവാനാണ് സാധ്യത എന്നുള്ള അഭിപ്രായത്തെ ഞാൻ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു നിരീക്ഷണമാണെന്ന്. ഇനി ആ പെയ്ഡ് പ്രൊമോഷൻ ആരാണ് ഈ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത്? ഒരുപാട് പേരുണ്ട്. കാരണം ഇന്ധനക്ഷാമവും ആയിട്ട് ബന്ധപ്പെട്ടാണ് മീനാക്ഷി ഈ ഒരു ഗ്യാസ് കുറ്റിയുമായിട്ട് പടം സാമൂഹ്യ മാധ്യമങ്ങളിൽ പുറത്തുവിട്ടത്. അപ്പോൾ ഇന്ധനക്ഷാമം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു ഇന്ധനക്ഷാമം ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം രാഷ്ട്രീയപരമായി തന്നെ ഭാരതം ഒട്ടാകെ നടക്കുന്നുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ച്. ഒരുപക്ഷെ ഇടതുപക്ഷക്കാരാകാം, കോൺഗ്രസ്സുകാരാകാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രാജ്യവിരുദ്ധരായി പ്രവർത്തിക്കുന്ന, രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തകരെന്നുള്ള മുഖം മൂടി അണിഞ്ഞ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ചിലരാകാം, ആര് വേണമെങ്കിലും ആകാം. ഇവരുടെ ഒന്നും യഥാർത്ഥ ഉദ്ദേശം ആ കുട്ടിക്ക് അറിയണമെന്ന് പോലുമില്ല. ആ കുട്ടി നേരിട്ട് എല്ലാത്തിനും നേരിട്ട് കാശ് വാങ്ങിയിട്ട് ഇതൊന്ന് ചെയ്തേക്കൂ എന്നുള്ള രീതിയിലായിരിക്കില്ല. ഏതെങ്കിലും PR ഏജൻസി ഇതിന്റെ പിന്നിൽ കാണാം. കൃത്യമായിട്ടും അവരിൽ ആരെങ്കിലും ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, ഇന്നതുപോലൊരു പ്രൊമോഷൻ നമുക്ക് ചെയ്യണം, അത് പ്രൊമോഷൻ ആണെന്ന് തോന്നരുത്. വീട്ടിലുള്ള ഒരു ഗ്യാസ് കുറ്റിയുമായിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഇത് ചെയ്യൂ, ഈ വാക്കുകളും ചിലപ്പോൾ അവർ എഴുതി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ തോന്നുന്ന ഒരു വാക്കുകൾ എഴുതിയിടുക, അത് അവർ എഡിറ്റ് ചെയ്തിടുന്നുണ്ടാവും. ഇതാണ് പെയ്ഡ് പ്രൊമോഷന്റെ രീതി, പ്രത്യേകിച്ച് PR ഏജൻസികൾ ഇതിൽ ഇടപെടുമ്പോൾ. ഈ PR ഏജൻസികളുമായിട്ടായിരിക്കും ഈ തൽപര കക്ഷികൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവുക, മീനാക്ഷിയുമായിട്ട് നേരിട്ടായിരിക്കില്ല. ഞാനൊരു ഊഹിച്ച് പറയുന്നതാണ് ഇത്. ഇങ്ങനെ തന്നെയാണ് അക്ഷരം പ്രതി അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ചുവടും ഇങ്ങനെ തന്നെയാണ് നടന്നതെന്നല്ല ഞാൻ പറയുന്ന അതിൻ്റെ ഒരു സാമാന്യ രീതി ഞാൻ പറയുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാക്കുകൾ മീനാക്ഷി എഴുതിയിട്ടിട്ടുണ്ടാവും, ഒന്നെങ്കിൽ എഴുതി കൊടുത്തിട്ടുണ്ടാവും, അത് മീനാക്ഷി സ്വന്തം ശൈലി അനുസരിച്ച് പരിഷ്കരിച്ച് തിരിച്ചിട്ടിട്ടുണ്ടാവും. എന്തായാലും ഈ PR ഏജൻസിക്കാർ അല്ലെങ്കിൽ ഈ തൽപര കക്ഷികൾ ഈ ഫോട്ടോ എടുത്ത സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അബദ്ധം സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പുതിയൊരു സിലിണ്ടറാണ്, സീല് പോലും പൊട്ടിക്കാതെ ആ നീല കവർ പോലും മാറ്റാത്തൊരു സിലിണ്ടറുമായിട്ടാണ് മീനാക്ഷി നിൽക്കുന്നത്. പിന്നെയും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ PR ഏജൻസിക്കാരോ അല്ലെങ്കിൽ തൽപര കക്ഷികളോ ഇത് വിവാദമായതോടുകൂടി അപ്പോഴായിരിക്കും ചിലപ്പോൾ അവരും ശ്രദ്ധിച്ചത്, അവരും കിട്ടിയ പാടെ ഇതിനെ ഒരു പ്രചരണം നടത്തുവാനേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷെ മീനാക്ഷിയുടെ വിശദീകരണം വന്നതിൽ കൃത്യമായിട്ട് നോക്കുക, ഈ പുതിയ കുറ്റിയെക്കുറിച്ച് ഒരു അക്ഷരം ആ കുട്ടി പറഞ്ഞിട്ടില്ല. ഇത് രാഷ്ട്രീയമല്ല, അങ്ങനെയില്ല, ഇതിന് യുദ്ധത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് തുടങ്ങിയ ഒരു നീട്ടിപ്പരത്തിയുള്ളൊരു വിശദീകരണം അടിസ്ഥാനപരമായിട്ട് ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ വീണെടുത്ത് കിടന്ന് ഉരുളുന്നതിന്റെ പുതിയൊരു രീതി ആണ് മീനാക്ഷിയുടെ ആ പോസ്റ്റിൽ കാണുവാൻ സാധിക്കുന്നത്. കാരണം ഈ പുതിയ കുറ്റി കൊണ്ട് എന്തുകൊണ്ട്
പടമിട്ടു അതെ. ഈ കാലിക്കുറ്റിയെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട് എന്നതിനെ കുറിച്ച് ഒരു വിശദീകരണം പോലും മീനാക്ഷി അത് തന്നെ നൽകിയിട്ടില്ല. ഏറ്റവും വലിയ ഫ്ലോപ്പ് ആയി പോയി അല്ലേ? അത് തന്നെ ഏറ്റവും വലിയ ഫ്ലോപ്പായി പോയതെന്ന് മാത്രമല്ല, ഒരു അതിന്റെ ദയനീയമായൊരു അവസ്ഥ എന്ന് പറയുന്നത്, സങ്കടകരമായൊരു അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ ഒരു 20 21 വയസ്സേ പരമാവധി ആ കുട്ടിക്ക് കാണുകയുള്ളൂ. അതെ ആ കുട്ടിക്ക് നേരെ ഉയരുന്ന പരിഹാസങ്ങൾ പരിധി വിടാതെ പോലെ തന്നെ മറ്റാർക്ക് നേരെയാണെങ്കിലും കുറച്ചൊരു പ്രായപൂർത്തിയും പക്വതയും ഒക്കെയുള്ള, പ്രായപൂർത്തിയായ ആ കുട്ടിക്ക് പക്വതയുള്ള ഒരാൾക്ക് നേരെയായിരുന്നെങ്കിൽ രസകരമായ പരിഹാസങ്ങളാണ്. കാരണം അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു ഉപദേശം പോലെ, അതായത് മീനാക്ഷിയുടെ പിതാവായ അനൂപിന് നൽകപ്പെട്ട ഒരു ഉപദേശം, ഈ കുട്ടി ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം, ഇതിന്റെ മനോനില തെറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിക്കുറ്റിയെ കുറിച്ച് പറയുവാനായിട്ട് നിറച്ച കുറ്റിയുമായിട്ട് നിൽക്കുന്ന ഒരാളെ മനോനില തെറ്റിയ ഒരാളെന്ന് പരിഹസിച്ച് വിളിക്കുന്നത് രസകരമായൊരു സംഭവമാണ്. പക്ഷേ അത് രസകരമല്ലാതെ പരിതാപകരമാകുന്നത് ആ കുട്ടിയുടെ പ്രായം കണക്കാക്കുമ്പോഴാണ്, പക്വതയില്ലായ്മയും കണക്കാക്കുമ്പോഴാണ്. അത് തന്നെ ഒരു സ്വയം കൃതാനർത്ഥമാണ് ആ കുട്ടി വരുത്തി വെച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ആദ്യമേ തന്നെ മീനാക്ഷിയുടെ ഒരു എന്താ പറയുക, ആദർശ പുരുഷന്മാരായിട്ട് മീനാക്ഷി കാണുന്ന ചിലരെ കുറിച്ച് പറഞ്ഞിരുന്നു. അതും ആ ഒരു ആദർശ പുരുഷന്മാരെ അല്ലെങ്കിൽ അനുകരണീയമായ മാതൃകയായിട്ട് ആ കുട്ടി കാണുന്ന ആളുകളും പ്രശ്നം തന്നെയാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതിൽ 2 പേരുകളാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഞാൻ നേരത്തെ ആദർശ പുരുഷന്മാരെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മ വന്ന 2 പേരാണ്. ഒന്ന് മൈത്രേയനും ഒന്ന് ഡോക്ടർ വൈശാഖൻ തമ്പി. മൈത്രേയൻ എന്ന് പറയുന്ന ഒരു അടിമുടിയൊരു അരാജകവാദിയാണ്. അരാജകത്വം കൊണ്ടുവരണം, കാരണം അതിരുകളില്ലാത്ത ലോകം, അങ്ങനെ ഈ പറയുന്ന ഉട്ടോപ്യൻ സിദ്ധാന്തങ്ങളെന്ന് പറയപ്പെടുന്ന കുറെ സിദ്ധാന്തങ്ങളുമായി നടക്കും. എന്നാൽ ആ കനികുസൃതിയുടെയൊക്കെ ജീവിതം തന്നെ അത് തെളിവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമല്ലേ അവർ, അയാളുടെ പറയുന്ന മറുപടികളൊക്കെ. അത് കനികുസൃതി മകളെ കുറിച്ച് പോലും മകളെ കുറിച്ച് കുടുംബം പിരിച്ചുവിടുക, അങ്ങനെയുള്ള ഒരു അരാജകത്വം സമൂഹത്തിൽ ഉണ്ടായി കാണണം. അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ കൊണ്ട് അഭിരമിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് മൈത്രേയൻ. മൈത്രേയന്റെ ഒരു പ്രസക്തി ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈത്രേയന്റെ ജീവിതം അടുത്തറിയാവുന്ന ആർക്കെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയധികം പ്രചാരം നേടുന്നത് വരെ ഇത്തരത്തിലുള്ള, മൈത്രേയൻ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ആശയങ്ങളുമായി നടന്നിരുന്ന ഒരു മനുഷ്യനാണ്. മൈത്രേയൻ ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിൽ ബോധോദയമുണ്ടായ മനുഷ്യനല്ല. മൈത്രേയൻ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഒരു ഈ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന ആൾക്കാർക്ക് തോന്നുന്ന ഒരു അരാജകത്വം പ്രചരിപ്പിക്കുവാനുള്ള ആശയങ്ങളുമായി നടന്നിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ മൈത്രേയന്റെ ദൗർഭാഗ്യത്തിന് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇത്രയധികം പ്രചാരം കിട്ടുന്നതിന് മുമ്പുള്ളൊരു കാലത്ത് മൈത്രേയനെ അധികം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചാരത്തിൽ വന്നതിന് ശേഷം മൈത്രേയന്റെ പ്രശസ്തി എന്ന് പറയുന്നത് 10 മടങ്ങായി വർദ്ധിച്ചു. 10 മടങ്ങല്ല, ഒരു 100 1000 മടങ്ങുകളായി വർദ്ധിച്ചു. മൈത്രേയൻ ഒരുപാട് ആരാധകരുണ്ടായി. ഇതുവരെ മൈത്രേയൻ കണ്ടിട്ടില്ലാത്തൊരു പ്രശസ്തി മൈത്രേയന് ലഭിച്ചു. മൈത്രേയന് വിദേശ യാത്രകൾ സുഗമമായി തരപ്പെട്ടു. മൈത്രേയൻ മുമ്പ് പോയിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മുമ്പ് പോയിരുന്നതിൽ സുഗമമായി തരപ്പെട്ടു. അപ്പോൾ മൈത്രേയന് തന്നെ മൈത്രേയന്റെ സെലിബ്രിറ്റി ഇമേജ് കൂടിയെന്ന് മാത്രമല്ല, മൈത്രേയൻ ഏത് ലക്ഷ്യത്തിൽ വേണ്ടിയിട്ടാണോ മൈത്രേയന്റെ യാത്ര വളരെ കാലം മുമ്പ് ആരംഭിച്ചത് എത്താൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ മൈത്രേയനിൽ കൂടുതൽ രൂഢമൂലമായി ഉറപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ മൈത്രേയന്റെ ഈ അരാജകത്വ സിദ്ധാന്തങ്ങളുടെ തീക്ഷ്ണതയും രൂക്ഷതയും കൂടി വന്നു. അതുകൊണ്ട് തന്നെയാണ് പല അഭിമുഖങ്ങളിലും ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ മൈത്രേയൻ പൊട്ടിത്തെറിക്കുന്നതും ആ ചോദ്യം ചോദിച്ചയാൾ, അതിപ്പോൾ 24 ചാനലിലാവട്ടെ ഒരു യൂട്യൂബ് ചാനലിലാവട്ടെ, ചോദ്യം ചോദിച്ചയാളെ പരിഹസിക്കാനും അയാൾക്ക് നേരെ പൊട്ടിത്തെറിച്ച് അധിക്ഷേപിക്കാനും ചിലപ്പോൾ അതൊന്നും ഫലവത്താകാത്തപ്പോൾ ഇറങ്ങിപ്പോകുവാനും ഒക്കെ മുതിരേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം മൈത്രേയന്റെ സിദ്ധാന്തങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഇനി വൈശാഖൻ തമ്പിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, വൈശാഖൻ തമ്പി എന്ന് പറയുന്ന വ്യക്തി അടിസ്ഥാനപരമായിട്ടൊരു ഡോക്ടറാണെന്ന് പറയുന്നത്, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള യാതൊരു വിവരങ്ങളും മൈത്രേയന്റെ കാര്യത്തിൽ അറിയാവുന്ന അത്ര പോലും വൈശാഖൻ തമ്പിയെ കുറിച്ച് അറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ടറിയാം, വൈശാഖൻ തമ്പിയുടെ രണ്ട് പ്രശ്നങ്ങൾ, ഒരു കാര്യമല്ല 2 പ്രശ്നങ്ങൾ വ്യക്തമായിട്ടറിയാം. ഒന്ന്, വൈശാഖൻ തമ്പിയുടെ ജീവിത ലക്ഷ്യങ്ങളിലൊന്നും ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്ങനെയെങ്കിലും ഹോമിയോപ്പതി എന്നുള്ള ഒരു ചികിത്സാ ശാഖയെ പൂട്ടിച്ച് കെട്ടുക. രണ്ടാമത്തത്, അതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ ആയുർവേദവും പൂട്ടിച്ച് കെട്ടുക. അതിൻ്റെ പിന്നിൽ പലപ്പോഴും അലോപ്പതി മരുന്ന് മാഫിയ ഉണ്ടോ എന്ന് പോലും എനിക്ക് വ്യക്തിപരമായി സംശയം തോന്നുന്ന രീതിയിൽ വൈശാഖൻ തമ്പി പ്രചരണങ്ങൾ നടത്തുന്നത് ഞാൻ വീഡിയോകളിലൂടെ കണ്ടിട്ടുണ്ട്. വൈശാഖൻ തമ്പിയുടെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യുക്തിവാദി ആണ് വൈശാഖൻ തമ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ. അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹത്തിൻ്റെ ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്, അദ്ദേഹം തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ യുക്തിവാദികൾ എന്ന് കേൾക്കുമ്പോൾ വൈശാഖൻ തമ്പി അല്ലാതെ അതിലേക്ക് മറ്റൊരു പേര്, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരമുള്ള മറ്റൊരു പേര് ആരെയായിരിക്കും ഓർമ്മ വരിക? ആരിഫ് ഹുസൈനാണ്. അതെ, ആരിഫ് ഹുസൈൻ തരുവത്ത്. നന്നായി, ആ പേര് പറഞ്ഞത് വളരെ നന്നായി. കാരണം
ഇവർ രണ്ടുപേരെ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇവരുടെ ആശയങ്ങളോ അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരിഫ് ഹുസൈൻ ജനിച്ചത് ഇസ്ലാം മതത്തിലാണ്. വൈശാഖൻ തമ്പി അദ്ദേഹം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഹിന്ദു മതത്തിലാണ് ജനിച്ചത്. ഹിന്ദു മതത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ നാളെ എൻ്റെ വീട്ടിൽ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ നാളെ മുതൽ യുക്തിവാദിയാണ്. അല്ലെങ്കിൽ അതുല്യം ഹിന്ദുമതം വിശ്വാസി തന്നെയാണല്ലോ. അതുല്യ നാളെ സ്വന്തം വീട്ടിൽ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ നാളെ മുതൽ യുക്തിവാദിയാണ്. വീട്ടുകാരും നാട്ടുകാരും തിരിഞ്ഞു നോക്കില്ല, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഓരോരോ ഉച്ചപ്രാന്തുകൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു ശ്രദ്ധ കിട്ടില്ല. പക്ഷെ ആരിഫ് ഹുസൈന് അങ്ങനെയല്ല. ആരിഫ് ഹുസൈൻ യുക്തിവാദിയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് യുക്തിവാദിയായി വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആരിഫ് ഹുസൈൻ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ആരിഫ് ഹുസൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരിഫ് ഹുസൈൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഉമ്മ തന്നെ അദ്ദേഹത്തോട് പകയോടെ പെരുമാറി. ഒരു സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ നിരവധി പീഡനങ്ങൾ ആരിഫ് ഹുസൈന് മാനസികമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും വൈശാഖൻ തമ്പിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈന് കിട്ടുന്ന ഒരു ശ്രദ്ധ ഒരു കാലത്തും വൈശാഖൻ തമ്പിക്ക് കിട്ടുവാനും പോകുന്നില്ല. ഇതാണ് വൈശാഖൻ തമ്പിയുടെ രണ്ടാമത്തെ പ്രശ്നം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഇവരെ രണ്ടുപേരെയും, മൈത്രേയനെയോ വൈശാഖൻ തമ്പിയോ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവരുടെ പേരുകൾ പരാമർശിച്ചത്. ഇത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഉട്ടോപ്യൻ ചിന്തകളുമായിട്ട് നടക്കുന്ന വ്യക്തികളാണ് മീനാക്ഷി എന്നുള്ള 21 അല്ലെങ്കിൽ 22 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി എന്ന് തന്നെ പറയണം അതിനെ. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം പക്വത പോലും ഇല്ലാത്ത ഞാൻ പറഞ്ഞു, അത്രത്തോളം ഒരു തീക്ഷ്ണശാലിനിയോ അല്ല ആ കുട്ടി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിഗമനം. ആ കുട്ടിയുടെ തന്നെ പൊതുമണ്ഡലങ്ങളിലുള്ള ഇടപെടലുകൾ ശ്രദ്ധിച്ചതിലൂടെ. അപ്പോൾ ഇത്തരത്തിലുള്ള അനുകരണീയ മാതൃകകളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ കുട്ടി ശ്രദ്ധിച്ചാൽ നല്ലത്. കാരണം എനിക്ക് തോന്നുന്നില്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് ആ മീനാക്ഷിയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല, ആ കുട്ടി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. കാരണം പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിലും സിനിമകളിൽ അഭിനയിച്ചാണെങ്കിലും ഒരുപക്ഷെ ആ കുട്ടിയുടെ കുടുംബത്തിൻ്റെ, അച്ഛനും അമ്മയൊക്കെ ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക ഭദ്രതയും ആ കുട്ടിയുടെ അധ്വാനത്തിലൂടെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും പണമുണ്ടാക്കുന്ന ആ കുട്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഗ്യാസ് കുറ്റി സീല് പൊളിച്ച് അടുപ്പിൽ കണക്ട് ചെയ്ത് ഒരു ചായയെങ്കിലും തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി സീല് പൊട്ടിക്കാനും മറന്നുപോയത്. അവിടുന്ന് തുടങ്ങുന്നു ഈ ഒരു പക്വതയില്ലായ്മയുടെ ഒരു പ്രകടമായ വെളിപ്പെടൽ. അല്ലെങ്കിൽ അത് പക്വതയില്ലാതെ മറനീക്കി പുറത്തു വരുന്നത് അവിടെ നിന്ന് തുടങ്ങുന്നു. അവിടെയാണ് മീനാക്ഷി ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ പോലും പ്രൊഫഷണൽ ആയിട്ടുള്ള ആഡ് ഫിലിം ഡയറക്ടേഴ്സിനെ വിളിച്ചു നിർത്തി ചെയ്യാൻ ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ ഒഴിവാക്കാം. രാഷ്ട്രീയമായിട്ട് തന്നെ പറയുകയും ചെയ്യാം. അതിൻ്റെ കാശ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്ന അതിൽ ആദ്യം പറഞ്ഞതുപോലെ പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുള്ള ഒരു വിശ്വാസത്തിൽ പറയുന്നതാണ്. അല്ലെങ്കിൽ മോർ പവർ ടു യു. കാരണം അല്ലെങ്കിൽ മീനാക്ഷി കൂടുതൽ മണ്ടിയാവുകയാണ് സ്വയം. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. മീനാക്ഷി സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞതെങ്കിൽ ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച അഭിപ്രായമാണ്. ജഗതി പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച 4 രസങ്ങൾ പോലെ ഇതെൻ്റെ സ്വന്തം രാഷ്ട്രീയ അഭിപ്രായമാണെന്നുള്ള കാര്യത്തിൽ മീനാക്ഷി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മീനാക്ഷി കൂടുതൽ മണ്ടിയാവുകയാണ് സ്വയം. അല്ല, പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ കൂടുതൽ പെയ്ഡ് പ്രൊമോഷനുകൾ മീനാക്ഷിക്ക് ലഭിക്കുവാനുള്ള അവസരങ്ങളുണ്ടാവും. അങ്ങനെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതാണ് മീനാക്ഷിയുടെ പുതിയ വിശദീകരണത്തെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇക്കാര്യത്തിൽ പറയുവാനുള്ളത്. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.